നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമയം എത്തിയതോടുകൂടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുടിയന്മാർക്ക് നല്ല കാലം വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയിരിക്കുന്നു. നേരത്തെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരുന്നു ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്ന സമയമെങ്കിൽ ഇനി മുതൽ രാവിലെ 11 മുതൽ രാത്രി 12 മണി വരെയാണ് ഇതിപ്പോൾ നീട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത് കുടിയന്മാരെ സംബന്ധിച്ച് നല്ല കാര്യമാണ് എങ്കിൽ പോലും കേരളത്തിലെ സാധാരണക്കാരായ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അർദ്ധരാത്രിയിൽ പോലും മനുഷ്യനെങ്കിലും അത്യാവശ്യം വന്നാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇതുമൂലം ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും ഭയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളൊക്കെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ വെച്ചും ആണ് ഇത് തീരുമാനമാക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബാർ ഉടമകൾ നേരത്തെ 11 തവണ ഇത്തരത്തിൽ സമയം നീട്ടണമെന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അന്നൊക്കെ തള്ളിക്കളഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സമയത്ത് പെട്ടെന്ന് ബാർ ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചതിൻ്റെ പിന്നിൽ പണപ്പിരിവ് തന്നെയാണോ എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. കാരണം നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയുമാണ്. ബൊറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ രാത്രി അടച്ചു കഴിഞ്ഞാലും ഈ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ PM ശ്രീ വിഷയത്തിലുണ്ടായിരുന്നതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. PM ശ്രീ വിഷയത്തിലും ഘടകകക്ഷികളോടോ ക്യാബിനറ്റോ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ നേരിട്ടങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ അബ്കാരി ലോബികൾ എല്ലാ കാലത്തും CPMൻ്റെ ഒരു വലിയ ദൗർബല്യമായിരുന്നു എന്ന് തന്നെ എടുത്തു കാട്ടേണ്ടി വരും. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 1980 കേരള ഇടതുമുന്നണി ഭരിക്കാനെത്തിയ ആ സമയത്താണ് കേരളത്തിലെ വലിയ വിവാദമുയർത്തിയ സ്പിരിറ്റ് കുംഭകോണ കേസ് നടന്നത്. അന്നത്തെ പല പ്രമുഖരായ CPM നേതാക്കളുടെ നേരെയും അന്ന് ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. അന്ന് ചാരായ ഷാപ്പുകൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് കടത്തിക്കൊണ്ട് വരികയും വലിയ തോതിൽ അത് ഈ അബ്കാരികൾക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു ലോബി പ്രവർത്തിച്ചിരുന്നു. അവർ പലരും അന്ന് പിടിയിലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ചില വൻകിട അബ്കാരി കോൺട്രാക്ടർമാരുമായി തന്നെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില CPM നേതാക്കൾ അന്ന് ഇതിന് കൂട്ടുനിന്നു എന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. 1980 നാനാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു ഈ സ്പിരിറ്റ് കുംഭകോണ കേസ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഈ ഒരു തീരുമാനം എടുത്തതിലൂടെ അഴിമതി തന്നെയാണ്, അതല്ലെങ്കിൽ പണപ്പിരിവ് തന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഓരോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായി കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 ഭാഗത്തു നിന്ന് ഇത് പിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഒപ്പം ഒരുപക്ഷെ ഈ ബാർ ഉടമകളിൽ നിന്ന് വലിയ തുക വാങ്ങിയിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇതിനെ അംഗീകരിക്കാത്തവർ പറഞ്ഞത്. ഇപ്പോൾ തന്നെ നിരവധി സമുദായ സംഘടനകളും മദ്യവിരുദ്ധ സംഘടനകളൊക്കെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ, അത് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെയൊക്കെ തന്നെ ഒരു മൂലക്കിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യം ഒരു പച്ചയായ സത്യമാണ്. ഇടതുമുന്നണിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് CPM തന്നെയാണ്. ഒരു പരിധിവരെ LDF യോഗം കൂടുമ്പോൾ CPIയുടെ നേതാക്കൾക്ക് മാത്രമാണ് സംസാരിക്കാൻ പോലും അവർ അവസരം നൽകാറുള്ളതെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ വായ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇടതുമുന്നണിയിലുള്ളതെന്നാണ് പൊതുവെ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതനുസരിച്ച് വലിയ തോതിൽ മദ്യം സംസ്ഥാനത്ത് ഒഴുക്കി ഈ മദ്യപാനികളുടെ വോട്ടും അതുപോലെ വലിയ തോതിൽ പണമൊക്കെ തന്നെ സമ്പാദിക്കുകയും അതോടെ ബാർ ലോബിയുടെ ഉറ്റ ചങ്ങാതിമാരെ വീണ്ടും മാറാനുമായിരിക്കാം ഒരുപക്ഷെ ഇടതുമുന്നണി സർക്കാർ ഇതിലൂടെ ശ്രമം നടത്തുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും CPMൻ്റെ നേതാക്കളുടെ സൈദ്ധാന്തികപരമായ വിശദീകരണം ഇക്കാര്യത്തിൽ ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം. ഏതായാലും നമ്മുടെ എക്സൈസ് മന്ത്രി MP രാജേഷ് തന്നെ ഈ സൈദ്ധാന്തിക ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടൂറിസം മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ടൂറിസം മേഖലകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾക്കൊക്കെ തന്നെ രാത്രി മാത്രമല്ല പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകാൻ പോവുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. വൻകിട ടൂറിസം കേന്ദ്രങ്ങളിലെ വൻകിട ഹോട്ടലുകൾ, അതായത് വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങളും വലിയ ചടങ്ങുകളൊക്കെ നടക്കുന്ന വലിയ ഹോട്ടലുകൾ, ഒരുപക്ഷെ സ്റ്റാർ ഹോട്ടലുകൾക്കായിരിക്കാം പുലർച്ചെ 3 മണി വരെ അവിടുത്തെ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകാൻ പോകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും കേരളത്തെ വീണ്ടും വീണ്ടും മദ്യത്തിൽ മുക്കാൻ തന്നെയാണോ ഈ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം സാമ്പത്തികം തന്നെയാണ് എന്ന് പൊതുവെ നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ഒരുപക്ഷെ 1-2 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് മന്ത്രിസഭയെ പോലും അറിയിക്കാതെ, ഇടതുമുന്നണി പോലും അറിയിക്കാതെ CPM ഒറ്റയ്ക്ക് അവർ കൈയാളുന്ന ഈ എക്സൈസ് വകുപ്പിൽ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. ഏതായാലും പ്രതിപക്ഷ കക്ഷികൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് എങ്കിലും കുറേ നാളുകളായി മദ്യവും മയക്കുമരുന്നുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വിപത്തുകൾ നമ്മൾ പലപ്പോഴും നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്ക് തന്നെയാണ്. അതല്ലെങ്കിൽ അവർക്കെന്തോ സ്ഥാപിത താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടിയന്മാർക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ സമാധാനകാംക്ഷികളായ സാധാരണക്കാരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുരിതമായി മാറും എന്നുള്ള കാര്യവും ഉറപ്പാണ്.